ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്ന റെസിപ്പി മംഗല ചിക്കനാണ്. വളരെ ടേസ്റ്റി ആയ ഒരു ചിക്കൻ റെസിപ്പിയാണിത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മംഗല ചിക്കൻ റെഡിയാക്കുന്നതിന് വേണ്ടി ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 4 ടീസ്പൂൺ മല്ലി ഒന്ന് പൊടിച്ചെടുക്കാം. മല്ലി ഇങ്ങനെ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കറി. 10 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി എന്നിവ ഒന്ന് ചതച്ചെടുക്കാം. ഇനി വേണ്ടത് 2 സവാളയാണ്. 2 സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് 20 ചെറിയുള്ളിയാണ്. ഇതും ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. മംഗല ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഒരു ടിഷ്യൂ കൊണ്ട് ഇതുപോലെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കാം. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇതുപോലെ വൈപ്പ് ഔട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സവാള നന്നായി പ്രസ് ചെയ്ത് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. നെക്സ്റ്റ് ഇതിലേക്ക് ചെറിയുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയുള്ളിയും ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഒരു കൈപ്പിടി കൊറിയൻഡർ ലീവ്സും 3-4 മിൻറ്റ് ലീവ്സും 1 തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 5-6 വെളുത്തുള്ളി തൊലി കളയാതെ നന്നായി കഴുകിയെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായി കിട്ടുന്നതിന് വേണ്ടിയാണ് തൊലി കളയാതെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ലെമൺ ഇതിലേക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി കൈകൊണ്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫൈനലി ഇതിലേക്ക് വേണ്ടത്
1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ്. അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് 1 അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മംഗല ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മൺകലം ആവശ്യമാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. 80 ഗ്രാം മൈദ കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ റെഡിയാക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. ഇനി വേണ്ടത് കുറച്ച് ഹോൾ സ്പൈസസ് ആണ്. 2 ബേ ലീഫ്, ഒരു പകുതി ജാതിപത്രി, 3 ഗ്രാമ്പൂ, 4 ഏലക്ക, ഒരു കഷ്ണം പട്ട, 3 ഡ്രൈഡ് ചില്ലി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ഭാഗം ജാതിക്ക ഒന്ന് ചതച്ചത്. ഇനി മംഗല ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനിന് മുകളിൽ മൺകലം സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. കലം നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് കലം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഹീറ്റായി വരുമ്പോൾ അതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹോൾ സ്പൈസസിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ലോയിലാക്കി സ്പൂണ് കൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാതെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. നേരത്തെ റെഡിയാക്കി വെച്ച മൈദമാവ് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഈ മൺകലത്തിൻ്റെ മുകളിൽ മൂടി വെച്ച് നന്നായി ഒന്ന് മൈദ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആവി ഒട്ടും പുറത്തു പോകാതിരിക്കാനാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് 1 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കണം. 1 മണിക്കൂർ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. 15 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം.
10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കത്തി വെച്ച് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് ഉടഞ്ഞു പോകാതെ തന്നെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ കിട്ടുന്നത്. ഒട്ടും ആവി പുറത്തു പോകാതെ കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് നല്ല ഫ്ലേവറുള്ള കറിയായിരിക്കും ഇത്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മംഗല ചിക്കൻ നെയ്ച്ചോറിനും പത്തിരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മംഗല ചിക്കൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. Thank you for watching. Assalamu alaikum.